ഞാനിവിടെ വന്നപ്പം എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയി തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ ഈ മുടി. അതായത് പുരുഷന്മാരുടെയും ചെറിയ കുട്ടികളുടെയും 3 വയസ്സിന് മേലെയുള്ള കുട്ടികളുടെയും സൈഡിൽ കൂടിയുള്ള ഈ മുടി തൂങ്ങിക്കിടക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. അതായത് ഈ മുടിയെ പറയുന്ന പേരാണ് പായോട്ട് അഥവാ സൈഡ് ലോക്കേഴ്സ് എന്ന്. അതായത് ജൂത നിയമപ്രകാരം തലയുടെ ഭാഗത്ത്, അതായത് ചെവിയുടെയും കണ്ണിൻ്റെയും നടുക്കുള്ള അസ്ഥിക്ക് താഴെയുള്ള ഈ ഭാഗത്തെ മുടി മുറിക്കുകയോ ട്രിമ്മ് ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് യഹൂദ നിയമപ്രകാരം പറയുന്നത്. ട്രൈബൽ ബോണിൻ്റെ സൈഗ്രോമാറ്റിക് പ്രോസസ്സ് എന്നാണ് ഈ പ്രോസസ്സിനെ അറിയപ്പെടുന്നത്. അതായത് ഇത് യഹൂദ വിശ്വാസികളായിട്ടുള്ള എല്ലാ പുരുഷന്മാരും കുട്ടികളും ആചരിക്കുന്ന ഒരു ചടങ്ങല്ല, ആചരിക്കുന്ന ഒരു രീതിയല്ലത്. അതായത് തോറ പഠിക്കുകയും അതിനോട് മതത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് റിലീജിയസ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവില്ല, വളരെ റിലീജിയസ് ആയിട്ടുള്ള റിലീജിയസ് പീപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അവരാണ് ഈ ഒരു രീതിയിൽ മുടി, അതായത് പായോട്ട് അല്ലെങ്കിൽ സൈഡ് ലോക്കേഴ്സ് ഉപയോഗിച്ച് മുടി വളർത്തുന്നത്. അതായത് തോറയുമായി ബന്ധപ്പെട്ട് യഹൂദ നിയമപ്രകാരം എന്നാണ് പറയപ്പെടുന്നത്. അതിനനുസരിച്ചാണ് ഇവർ ഈ മുടി വളർത്തുന്നത്. ഇവരെ റബ്ബായിമാർക്കൊക്കെ എല്ലാവർക്കും മുടിയും താടിയും, ഇവർക്ക് ആ ഒരു രീതിയിൽ താടിയും മുടിയും എപ്പോഴും ഇവർ വളർത്തുന്ന ആൾക്കാരാണ്. കുട്ടികൾക്ക് 3 വയസ്സിന് ശേഷം കുട്ടികളുടെ ആദ്യമായി മുടി മുറിച്ചതിന് ശേഷം പിന്നെ കുട്ടികൾ ആ സൈഡിലുള്ള, അതായത് ട്രൈബൽ ബോണിൻ്റെ ആ ഭാഗത്തുള്ള മുടി പിന്നീട് മുറിക്കരുത് എന്നാണ് യഹൂദ നിയമം പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു, എല്ലാ യഹൂദർക്കും ഇത് ബാധകമല്ല. റിലീജിയസ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഈ ഓരോ ഭാഗങ്ങളുണ്ടാവുമല്ലോ, എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കാസ്റ്റും റിലീജിയസും വേറെ വേറെ ഉണ്ടല്ലോ, അതുപോലെ ഇവർക്കും കാസ്റ്റും റിലീജിയസും വേറെ വേറെ ഉണ്ട്. അതായത് യമൻ ജൂതന്മാർ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ നീളം അതായത് മുടിയുടെ നീളം വേറെ വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഈ ഭാഗത്തെയാണ് ട്രൈബൽ ബോണിൻ്റെ സൈഗ്രോമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു റെഡ് നിറത്തിൽ കാണുന്നതാണ്. അവിടെയാണ് ഇവർ മുടി വളർത്തുന്നത്.